الحمد لله الذي خلق الإنسان من علق وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذ قلنا ادخلوا هذه القرية وكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. صدق الله. أيها الناس اتقوا الله. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടെ ശരിയായ ജാഗ്രതയോടെ ജീവിതത്തിൽ പുലർത്താനും പാലിക്കാനും ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മാലുവായി മുത്തഖിയായി ജീവിച്ച് വിജയം വരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരികയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ മുന്നേ ഒരു ഒഴുക്കിൻ്റെ ഒരു ഉപമ ഇപ്പം ഈ പറഞ്ഞു വരുന്ന വിഷയത്തോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിരുന്നു. ആ ഒഴുക്കിനെ സ്തംഭിപ്പിക്കുന്ന അധികാര പ്രവണതകളെ കുറിച്ചും ഒരു മൊത്തത്തിലുള്ള പവർ സിസ്റ്റത്തെ അല്ലെങ്കിൽ സാമൂഹിക സംവിധാനത്തെ സംബന്ധിച്ചാണ് അന്നത് പറഞ്ഞതെങ്കിൽ ഈ ഒഴുക്ക് എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രകൃതവുമായിട്ട് കൂടി ചേരുന്ന ഒരു മെറ്റഫറാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. അത് ആ അർത്ഥത്തിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ചൈനീസ് ദാർശനികനായ കൺഫ്യൂഷ്യസ് ആണ്. അദ്ദേഹം അവിടുത്തെ ചൈനയിൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള മതവിഭാഗം കൺഫ്യൂഷനിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വിഭാഗമാണ്. അതിൻ്റെ ആചാര്യനാണ് കൺഫ്യൂഷ്യസ്. അപ്പം അദ്ദേഹം മനുഷ്യ പ്രകൃതത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മനുഷ്യന്റെ ഫിത്ര എന്ന് നമ്മൾ പറയുന്ന മനുഷ്യന്റെ പ്രകൃതം, നൈസർഗികത, അത് വളരെ ഉത്തമമാണ്, യഥാർത്ഥത്തിൽ നല്ലതാണ്. ശരിക്കും ഖുർആനിൻ്റെയും ഹദീസുകളുടെയും ഉത്ബോധനവും അടിസ്ഥാനപരമായ പാഠവും ഇത് തന്നെയാണ് എന്ന് നമുക്കറിയാമല്ലോ. മനുഷ്യരെ ഏറ്റവും ആദരണീയരായിട്ട് കാണണം എന്നുള്ള ഖുർആനിൻ്റെ കൽപ്പനയുടെ തന്നെ ഒരു പ്രധാന ബേസ് അതാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ മുന്നിൽ എത്ര തന്നെ മോശക്കാരായിട്ട് മനുഷ്യരുണ്ടെങ്കിലും അവരിലൊരു അസിലുണ്ട്. ആ അസിൽ എന്ന് പറയുന്നത് ഫിത്രയാണ്, അത് നൈസർഗികതയാണ്, അത് ഏറ്റവും ഉത്തമമായ ഭാവത്തിലാണ് പടച്ചതമ്പുരാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയാറുണ്ടല്ലോ, വളരെ സ്മൂത്താണ് എല്ലാ നല്ല ഉപയോഗങ്ങൾക്കും. അതേസമയം നമ്മുടെ മോശമായ ഉപയോഗങ്ങൾ അതിലേക്ക് വൈറസുകളെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. സിസ്റ്റം തകരാറിലാകുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ തന്നെ ആവശ്യമില്ലാതെ ഇൻ്റർനെറ്റിൽ സന്ദർശിക്കുന്ന സൈറ്റുകൾ, നമ്മൾ തന്നെ ചെന്ന് ചാടുന്ന ചില കെണികൾ,
നമ്മളായിട്ട് കാണിക്കുന്ന മണ്ടത്തരങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് സംവിധാനത്തെ ആകെ തകരാറിലാക്കുക. ഈ സ്വഭാവത്തിലാണ് മനുഷ്യന്റെ പ്രകൃതത്തെയും കാണുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ ആദം സംഭവത്തെ സംബന്ധിച്ചുള്ള സയ്യിദ് ഖുതുബിന്റെയും മറ്റുമൊക്കെ ഒരു നിരീക്ഷണമുണ്ട്. ഒരു സംഭവം അന്ന് നടന്നു എന്ന് കരുതി അതോടുകൂടി അവസാനിക്കുന്ന ഒന്നല്ല അത്. നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് മഹത്തരമായ ഒരു പൂന്തോട്ടത്തിലാണ്. ആ മഹത്തരമായ പൂന്തോട്ടം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫിത്ര തന്നെയാണ്. ഫിത്ര തന്നെയാണ് എന്ന് ഇക്ബാലിനെ പോലുള്ള ആളുകളൊക്കെ അതിനെ സംബന്ധിച്ച് വളരെ ദാർശനികമായി കവിതകളിലൂടെയൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫിത്രയിൽ അതാണ് യഥാർത്ഥത്തിൽ ആദമിന്റെ ചരിത്രത്തിലെ ആ തോട്ടം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരുമാകുന്ന ആദമുമാരുണ്ടല്ലോ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വരുന്നത് നമ്മുടെ ഫിത്ര, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഫിത്രത്ത് അല്ലാഹ് അല്ലത്തി ഫത്രന്നാസ അലൈഹ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഡീവിയേഷൻ, ഒരു വൈറസ് ബാധ ആദമിനുണ്ടാവുകയാണ്. അഥവാ നമുക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ ആ വൈറസ് ബാധ ഉണ്ടാകുന്നത്, അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അതിരുകൾ ലംഘിക്കുകയും വിലക്കപ്പെട്ട മരത്തിലേക്ക് കയറുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒരു ചരിത്ര സംഭവം തന്നെ യഥാർത്ഥത്തിൽ കഴിഞ്ഞു പോയതല്ല. നമ്മളൊക്കെ ആ കാലത്ത് അങ്ങനെ കുറേ വിശദമായിട്ട് നമ്മളിവിടെ നൂഹ് നബി അലൈഹി സ്വലാമയുടെ ആധുനിക കാലത്തെ ഒരു നിയോഗമൊക്കെ കാൽപ്പനികമായി അവതരിപ്പിച്ചുകൊണ്ട് ആ ആശയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ചരിത്രവും വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് നടക്കുന്ന ഒരു സംഗതിയായിട്ട് അതിനെ വായിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പാഠങ്ങൾ ശരിയായിട്ട് ഉൾക്കൊള്ളാൻ. കാരണം പുതിയ കാലത്തേക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണമല്ലോ. ഇതൊന്നും യഥാർത്ഥത്തിൽ ഖുർആനിൽ ഈ മ്യൂസിയം രേഖകൾ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. മറിച്ച് ലൈവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇപ്പൊ ചരിത്രം ഒരുപാടുണ്ടല്ലോ. എല്ലാം പറയാതെ സഹാബാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ അതാത് സമയത്ത് ഇടപെട്ടുകൊണ്ട് ഖുർആൻ അതിന്റെ അവതരണം പൂർത്തിയാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ജീവിതത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. അപ്പോൾ അന്നലക്ക് തന്നെ അതിനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഫിത്രയിൽ ജനിച്ചു വീഴുന്നു, നമ്മൾ ഓരോരുത്തരും ശുദ്ധമായ നൈസർഗികതയിൽ ജനിച്ചു വീഴുന്നു, നമ്മൾ ഓരോരുത്തരും ഏദൻ എന്ന് വിളിക്കപ്പെടുന്ന, ഖുർആനിൽ അങ്ങനെയില്ല. ഖുർആനിലെ അദൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരലോകത്തുള്ള ജന്നത്തുൽ ഫിർദൗസിനെയാണ്. അതേസമയം ഏദൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു തോട്ടത്തിൽ പറന്നു വീഴുന്നു. അങ്ങനെ പറന്നു വീഴുമ്പോൾ ഒരു ശുദ്ധജല ഒഴുക്ക് പോലെയാണ് നമ്മുടെ ജീവിതം എന്നാണ് കൺഫ്യൂഷ്യസും പറയുന്നത്. അപ്പൊ കൺഫ്യൂഷ്യസും ഈ പറയുന്ന ഫിത്ര എന്ന് പറയുന്ന ആശയത്തെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്ന വർത്തമാനമാണ്. അതായത് ഈ ഒഴുക്കിന് അണകെട്ടി നിർത്താൻ വേണ്ടി ശ്രമിക്കരുത്. ഒഴുക്കിനെ സ്വന്തമാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞതെങ്കിൽ ഇവിടെ ഒഴുക്കിനെ അണകെട്ടി നിർത്താൻ, അതിനെ നിർബാധം ഒഴുകാൻ വേണ്ടി ഉള്ളതാണ് യഥാർത്ഥത്തിൽ നിയമങ്ങൾ. നിയമങ്ങളുടെ ലക്ഷ്യം എന്ത് എന്നതിനെ കൺഫ്യൂഷ്യസ് നിർവചിക്കുന്നത് അങ്ങനെയാണ്. ആ ഒഴുക്കിനെ വളരെ ഒരു തടസ്സവും കൂടാതെ അതങ്ങനെ ഒഴുകിപ്പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരെല്ലാവരും നന്മയിലാവും. ജനിച്ചു വീഴുന്ന അതേ അവസ്ഥയിൽ 20 വയസ്സ് വരെയെങ്കിലും ജീവിക്കാൻ ഓരോ മനുഷ്യനെയും നമ്മൾ അനുവദിച്ചിരുന്നെങ്കിൽ ലോകത്ത് ഒരു യുദ്ധവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് റൂസോ പറഞ്ഞത്. അത് നല്ലൊരു വർത്തമാനമാണ്. വെറും 20 വയസ്സ് വരെ ജനിച്ചു വീഴുന്ന അതേ ഫിത്രയിൽ എല്ലാ മനുഷ്യന്മാരും ജീവിച്ചാൽ മതി, ലോകത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം അത്രയും നല്ല അവസ്ഥയിലാണ് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒഴുക്ക്, ആ ഒരു ഒഴുക്ക് അങ്ങനെ ഒഴുകുന്നിടത്ത് വിഘാതം സൃഷ്ടിക്കുന്ന വിധത്തിൽ തടകെട്ടുക, അതിനെ തടസ്സപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പവറിന്റെ ഒരു രൂപം അതാണ് യഥാർത്ഥത്തിൽ. അധികാരം അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണണം. അതേസമയം അള്ളാഹുവിന്റെ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ അങ്ങോട്ട് അനുസ്യൂതം ഒഴുകുക എന്നുള്ളതാണ്. ഇവിടെ തടകെട്ടുകയാണ് അധികാരം ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ നിന്നാണ്, ആ ഒരു വലിയൊരു ആശയത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഈ പറയുന്ന രാഷ്ട്രീയ സാമ്പത്തിക ചിന്തകളൊക്കെ വരുന്നത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇസ്ലാം അതിനെ അവതരിപ്പിക്കുന്നത് സവിശേഷമായ പദങ്ങളിലാണ്. ആ പദങ്ങൾ തൊട്ട് തുടങ്ങണം നമ്മുടെ വിദ്യാഭ്യാസം. ഒരുപക്ഷെ നമ്മൾ പരമ്പരാഗതമായിട്ട് നേടുന്ന മതവിദ്യാഭ്യാസങ്ങളുടെ ശൈലിയൊക്കെ ഉപേക്ഷിക്കണം. അതിനെയൊക്കെ ഒന്ന് മാറ്റിപ്പണിയേണ്ട കാലം എന്നോ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നിന്നെടുത്ത് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെയല്ല. എന്താണിത്? ഇപ്പൊ സാധാരണഗതി ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ അവരുടെ വിവരം കൊണ്ട് നമ്മൾ അമ്പരപ്പിക്കും. ഈ വിവരം എന്ന് പറഞ്ഞാൽ അവരുടെ പക്കലുള്ള ഡേറ്റകളാണ്. പക്ഷെ ഈ ഡേറ്റകളെ കൃത്യമായി ക്രമപ്പെടുത്താൻ
ഒരു സിദ്ധാന്തത്തിന്റെ പിൻബലമില്ലെങ്കിൽ അത് വെറും ഡേറ്റകളാണ്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. വായിക്കുന്നവർക്ക് അമ്പരക്കാം, ഒരുപാട് റീച്ച് കിട്ടും, 2K 3K 5K എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലൈക്കുകളൊക്കെ അങ്ങനെ ഇങ്ങനെ പെരുകി വരുന്നത് നമ്മൾ കാണും. ഒരുപക്ഷെ വായിക്കുന്നവർക്ക് വൈകാരികമായ ഒരു സംതൃപ്തി കിട്ടുന്നുണ്ടാവാം. യഥാർത്ഥത്തിൽ ഡേറ്റകളുടെ ഒരു വിരേചനം, ഒരു വിസർജനമാണ് അവിടെ നടക്കുന്നത്. അയാൾ ഛർദ്ദിക്കുന്നത് വാരി തന്നിട്ട് ചിലർ ആശ്വാസം കൊള്ളുന്നു എന്നതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ വളരെ കൃത്യമായിട്ട് മനുഷ്യന്റെ അറിവ് ആ ഒരു ക്രമപ്രവൃത്തമായിട്ട് അതിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു അടിത്തറവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു അവന്റെ ഹിദായത്ത് അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ, നമ്മൾ സാധാരണ ഇസ്തിലാഹുകൾ എന്നൊക്കെ പറയും, എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള പദങ്ങൾ. ഈ പദങ്ങൾ വളരെ സവിശേഷമാണ്. ഒരു ഉദാഹരണത്തിന് ഈ റിലിജ്യൻ, മതം എന്ന അർത്ഥത്തിൽ സാധാരണ അറബിയിൽ പ്രയോഗിക്കാറുള്ളത്, നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ ദിയാന, മദ്ഹബ് എന്നൊക്കെയുള്ള വാക്കുകളാണ്. അതേസമയം ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് ദീൻ എന്ന വാക്കാണ്. ദീൻ എന്ന വാക്ക് സാമ്പ്രദായിക അർത്ഥത്തിൽ മതം എന്ന അർത്ഥമുള്ള വാക്കേ അല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു സിസ്റ്റം, ജീവിതത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു ദർശനത്തെ അല്ലെങ്കിൽ മൂല്യങ്ങളെ കുറിക്കുന്ന പദമാണ് ദീൻ എന്ന് തിരിച്ചറിയണം. ദിയാന എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ ഒരു മതമാണ്, വെറും ഒരു മതമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈമാൻ എന്ന് പറയും. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം തന്നെ എന്താണ്? ഈമാൻ വന്നിരിക്കുന്ന അമാനത്തിൽ നിന്നാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് അത് ട്രസ്റ്റാണ്, വിശ്വാസ്യതയാണ്, മറുഭാഗത്ത് അത് അമ്നാണ്. അമ്ന് എന്ന് പറഞ്ഞാൽ ഫിയർലെസ്നെസ് ആണ്, പീസാണ്, ശാന്തിയും ഭയരാഹിത്യവുമാണ് യഥാർത്ഥത്തിൽ അമ്ന്. ഇങ്ങനെ വരുന്നൊരു വാക്കാണ് ഫെയ്ത്തിനെ കുറിക്കാൻ ഇസ്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. അതേസമയം സാധാരണ ബിലീഫിന് അറബിയിൽ ഉപയോഗിക്കുന്ന ഈത്തിഖാദ് എന്നുള്ളൊരു വാക്കാണ്. ആ വാക്ക് ഖുർആൻ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് ഖുർആനിലുള്ളത് ഈമാനാണ്. ഈമാൻ കൈക്കൊണ്ടവരെ എന്നാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണേണ്ടതാണ്. അപ്പൊ സവിശേഷമാണ് ആ പദം തന്നെ. അതുപോലെ തന്നെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഇബാദത്ത് എന്നാണ്. സാധാരണഗതിയിൽ ഇബാദത്തല്ല, ആരാധനകളെ സൂചിപ്പിക്കുന്നതിന് അറബിയിൽ സാധാരണ ഉപയോഗിക്കാറുള്ള വാക്ക് നുസുക്കാണ്. നുസുക്ക് എന്ന പദം ഉപേക്ഷിച്ചിട്ട് ചിലയിടത്തത് വരുന്നുണ്ടാവും. അപ്പൊ ഇന്ന സ്വലാത്തി വ നുസുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. നിശ്ചയമായും എൻ്റെ സ്വലാത്തുകളും എൻ്റെ നുസുക്കും, എൻ്റെ ആരാധനകൾ അല്ലെങ്കിൽ എൻ്റെ ബലികർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. ആ നുസുക്ക് എന്ന പദം പക്ഷേ സാങ്കേതികമായിട്ട് ഒഴിവാക്കുകയും ഇബാദത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനുള്ള സമ്പൂർണമായ സമർപ്പണമാണ്. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഇത് കാണേണ്ടത്. ഈ പദങ്ങളിലൂടെയൊക്കെയും അള്ളാഹു സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു പടുത്തുയർത്തുന്ന ഒരു സിസ്റ്റം, അതിനെ ഫോളോ ചെയ്യാനാണ് നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് എന്ന് കാണേണ്ടതാണ്. ആ സിസ്റ്റത്തെ ഫോളോ ചെയ്യാൻ, നന്മയിലായിരിക്കാൻ തന്നെയാണ് മനുഷ്യന്റെ ഈ നൈസർഗികത, ഫിത്ര മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് ഖുർആൻ പറയും. അതുകൊണ്ടാണ് അക്കിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫതറന്നാസ അലൈഹ, അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ മുഖം തിരിക്കുക, ഏകാഗ്രമായിട്ട് മുഖം തിരിക്കുക. അതെന്താണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് ചോദിച്ചാൽ ഫിത്രത്തല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഫിത്രയാണ്. അല്ലത്തി ഫതറന്നാസ അലൈഹ, ആ ഫിത്രയിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. ആ ഫിത്രക്ക് കേടുവരുത്തുന്ന ഏർപ്പാടുകൾ, അത് ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളാണ്. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ പിറന്നു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഫിത്രയിൽ ജനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളാണ് അവനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ അവിടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ പാരമ്പര്യത്തെയാണ് അടയാളപ്പെടുന്നത്. ഫിത്രയിൽ നിന്ന് വഴിതെറ്റിക്കുന്നത് പാരമ്പര്യമാണ്. രണ്ടാമതൊരു ഘടകം കൂടിയുണ്ട്. നമ്മുടെ ചുറ്റിലുമുള്ള അനുഭവങ്ങളിൽ നിന്നും അറിവുകളിൽ നിന്നും നമ്മൾ എന്താണോ സ്വയം ഉൾക്കൊള്ളുന്നത്, അത് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ശേഷി എല്ലാ മനുഷ്യർക്കും നൽകിയിട്ടുണ്ട്. അതും ഖുർആൻ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ലത് ഏത് എന്ന് ചിന്തിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നല്ലതേതെന്ന് മനസ്സിലായിട്ടും ബോധപൂർവം ചീത്തയായത് തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അപ്പൊ അത് മനുഷ്യൻ സ്വയം തിരഞ്ഞെടുക്കുന്ന, ഒരാൾ എന്താണോ സ്വയം സ്വീകരിക്കുന്നത് അത്. ഇതാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ അധികാര വ്യവസ്ഥ തന്നെയാണ്, സിസ്റ്റം. അവിടെയാണ് കൺഫ്യൂഷൻസ് പറയുന്നത്. ഒരു രാജാവിന്റെ, രാജവ്യവസ്ഥയാണ് ചൈനയിൽ ഉണ്ടായിരുന്നത്, ഒരു രാജാവിന്റെ ശരിയായ പണി എന്താണെന്ന് വെച്ചാൽ ഒരു ഒഴുക്കാണ് ഈ നൈസർഗികത.
മനുഷ്യ പ്രകൃതം എന്ന് പറയും. അതിനങ്ങനെ തന്നെ അങ്ങോട്ട് ഒഴുകാൻ വിടുകയാണ് വേണ്ടത്. സുന്ദരമായിട്ട് അങ്ങോട്ട് ഒഴുകാൻ വിടണം, അതിന് തടകട്ടരുത്. അപ്പൊ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, ഇപ്പൊ ശിക്ഷിക്കാനുള്ള വ്യവസ്ഥ ഖുർആനിലുണ്ട്. ക്രൈം ചെയ്യുന്നവരെ ശിക്ഷിക്കാം, പക്ഷെ ആ ശിക്ഷയുടെ ഒരു ബേസ് എന്താണ്? ഇതിനെ തടസ്സപ്പെടുത്തരുത് എന്നുള്ളതാണ്. അല്ലാതെ ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ അയാളെ തല്ലുകയോ ഒന്നും ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് നേട്ടമൊന്നുമില്ലല്ലോ. എന്നാൽ വളരെ കൃത്യമായിട്ട് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, അല്ലയോ ബോധമുള്ളവരെ, ഖിസാസ് നടപ്പിലാക്കുന്നതിൽ നിങ്ങൾക്ക് ജീവിതമാണുള്ളത്. ഖിസാസ് എന്ന് പറയുമ്പോൾ സാധാരണ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് വധശിക്ഷക്കാണ്. അപ്പൊ ഒരാളെ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെയാ ജീവിതം ഉണ്ടാകുക? അപ്പൊ ഖുർആൻ പറയുന്നത് ശിക്ഷാ നടപടികളെയും നിങ്ങൾ അങ്ങനെ കാണണം. അതാ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഖുർആനും പറയുന്നത് എന്ന് കാണണം. അപ്പൊ നിർബാധം മനുഷ്യന്റെ ഈ നന്മയെ ഒഴുകാൻ വേണ്ടി, അതങ്ങനെ അങ്ങോട്ട് ഒഴുകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അത് നേതൃത്വത്തിന് സാധിക്കണം. അതാണ് നേതൃത്വത്തിന്റെ റെസ്പോൺസിബിലിറ്റി. അതേസമയം അത് അധികാരമായി മാറുമ്പോൾ അതിന് തടകെട്ടുകയാണ് ചെയ്യുക. നടപ്പിലാക്കുന്ന നിയമം ശരീഅത്തായാലും ശരി അല്ലെങ്കിൽ ശരി, അതൊരു തടകെട്ടൽ തന്നെയാണെന്ന് മനസ്സിലാക്കണം. അവിടെ ഒരു സ്തംഭനം സംഭവിക്കും. അവിടെയാണ് ഒരു ഓർത്തഡോക്സ്, ഒരു യാഥാസ്ഥിതിക സിസ്റ്റം രൂപപ്പെടുക എന്ന് തിരിച്ചറിയണം. അപ്പൊ നമ്മൾ വളരെ സമഗ്രമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ നമ്മുടെ ജീവിതം തന്നെയാണ്. അന്നിലക്ക് തന്നെയാണ് നമ്മൾ ദീൻ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലീജിയൻ ആകുമ്പോൾ അതിന്റെ മൊത്തം, അത് ഒന്നാമത് പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് ആണ് ദീൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. എല്ലാവരോടുമുള്ള കമ്മിറ്റ്മെന്റ്, ആ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ബാധ്യത, നീതിക്ക് വേണ്ടി പൊരുതണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്തു നോക്കി സത്യം പറയലാണ് ഏറ്റവും വലിയ ജിഹാദ്. അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്തു നോക്കി സത്യം പറയലാണ് ഏറ്റവും വലിയ ജിഹാദ്. അപ്പൊ സ്വാഭാവികമായിട്ടും അക്രമിയായ ഒരു ഭരണാധികാരിയോട് ഒരാൾ സത്യം പറയാൻ നിന്നാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാലോ. എന്നാൽ അത് പ്രശ്നമല്ല. എന്റെ ജീവൻ എന്ന് പറയുന്നതിനേക്കാൾ പ്രശ്നം എനിക്ക് സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് എന്നൊരു തലത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചല്ലേ പ്രവാചകൻ അവിടെ പറയുന്നത്. ഇത് ഈ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ധാരാളം വിപ്ലവകാരികള് ഇസ്ലാമിന് പുറത്തു പോലും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന് പുറത്തു പോലും നമ്മൾ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ള ഹെൻറി ഡേവിഡ് തോറോ, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ, അന്യായമായിട്ട് ആളുകൾ ജയിലിലകപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, അന്യായമായിട്ട് ഭരണാധികാരികൾ ആളുകളെ തടവിലടക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ, ഒരു യഥാർത്ഥ നീതിമാന്റെ ശരിയായ വാസസ്ഥാനം ജയിലായിരിക്കുന്നു. ഒരു യഥാർത്ഥ, അദ്ദേഹത്തിന്റെ ഗുരുവാണ് റാൽഫ് വാൽഡോ എമേഴ്സൺ. ഇദ്ദേഹം മെക്സിക്കോ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ട് അമേരിക്കയിൽ ജയിലിലായി. തോറോ, ഹെൻറി ഡേവിഡ് തോറോ. അപ്പൊ ആ സമയത്ത് പിന്നെ എമേഴ്സൺ കാണാൻ വരികയാണ്. എമേഴ്സൺ കാണാൻ വന്ന് ഇദ്ദേഹത്തിന്റെ ഉസ്താദാണ്. അപ്പൊ എമേഴ്സൺ ഇയാളെ കണ്ടിട്ട് ചോദിച്ചു, ഹെൻറി, നീ എന്താ ഇങ്ങനെ ഇതിനകത്തായി പോയത്? നീ എന്താ ഇങ്ങനെ, ഈ വലിയൊരു തത്വചിന്തകൻ അങ്ങനെ ജയിലിനകത്ത് കിടക്കാൻ പാടില്ലല്ലോ, അപ്പൊ നീ എന്താ ഇങ്ങനെ ജയിലിന്റെ അകത്തായത് എന്ന് ചോദിക്കുമ്പോൾ ഈ തോറോയുടെ തിരിച്ചുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്ന അതല്ല, നിങ്ങളെന്താ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നത്? അപ്പൊ ഞാൻ എന്തുകൊണ്ട് അകത്തായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ വിഷയമേ അല്ല. നിങ്ങളെന്താ ഇപ്പോഴും പുറത്തു നിൽക്കുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് ഒരു മറു ചോദ്യമാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ ഒരു പാഠമാണ്. ഈ ഒരു കമ്മിറ്റ്മെന്റ്, നമ്മൾ സൊസൈറ്റിയോട് കമ്മിറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് അതൊരു ദീനായിട്ട് തന്നെ മാറുന്നത്. പകരം അതിനെ വെറും ഒരു റിലീജിയൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ദിയാന അല്ലെങ്കിൽ ഒരു മദ്ഹബ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ ഫിഖ്ഹിൽ സാങ്കേതികമായിട്ട് ഇതിന് വേറെ അർത്ഥമുണ്ട്. അറബിയിൽ മദ്ഹബ് എന്ന് പറഞ്ഞാൽ മതം തന്നെ അർത്ഥമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മദ്ഹബ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ദിയാന മാത്രമായിട്ട് ഇതിനെ മാറ്റിയെടുക്കുമ്പോൾ ഇത് അവിടെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുക. പിന്നെ കുറെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു സൊസൈറ്റി, ആ സൊസൈറ്റിക്കകത്ത് ഒരുപാട് അത്യാചാരങ്ങളും ഒരുപാട് കേടുകളും ഒക്കെ വന്നടിയും, അതേടി പുറത്തേക്ക് പോയില്ല. ഒഴുക്ക് നിർബാധം തുടരുകയാണെങ്കിൽ അത് പലതിനെയും ഉൾക്കൊള്ളും, പക്ഷെ അതിൽ ചീത്തയായതിനെ മുഴുവൻ താഴോട്ട് അമർത്തിക്കളയും. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഒഴുക്ക് എന്ന് പറഞ്ഞാൽ പരിസരത്ത് നിന്നുള്ളതൊക്കെ ഇങ്ങോട്ട് ശേഖരിക്കും, പക്ഷെ ശേഖരിച്ചിട്ട് കേടുള്ളത് പറ്റാത്തതൊക്കെ താഴോട്ടേക്ക് താഴ്ത്തിക്കളയും. നല്ലതിനെ മാത്രം നിലനിർത്തുകയും അതിനെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ അത്രയും ഇൻക്ലൂസീവാണ്. എന്നാൽ അതേസമയം തന്നെ എല്ലാത്തിനെയും സംസ്കരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നു. ഈ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ദീനിനുള്ളത്, ഇസ്ലാമിനുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇത് വെറുതെ മനസ്സിലാക്കിയാൽ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദീനിന്റെ ഓരോ മാതൃകയായിട്ട് മാറുകയും ചെയ്യണം. ഇത് വെറുതെ ഇങ്ങനെ പറയല്ലോ. നമ്മൾ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ, രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും ബാധകമായ കാര്യമാവണമെന്നില്ല. അത്
പക്ഷെ അത് കേൾക്കുമ്പോഴും അതിന്റെ അടിസ്ഥാന വികാരം നീതിയായതുകൊണ്ട് ആ നീതി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയായിട്ട് മാറും. ഇങ്ങനെ തന്നെ അതിനെ കാണണം എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇതിനെല്ലാം അട്ടിമറിക്കുന്ന സ്വഭാവത്തിൽ ഈ ഒഴുക്കിന് തടസ്സമുണ്ടാക്കുന്നത് അധികാരമാണെന്ന് ഇവിടെ പറഞ്ഞു. മനുഷ്യന്റെ അധികാരമോഹം കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു. മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ തന്നെ മലക്കുകൾക്ക് ഉണ്ടായിട്ടുള്ള സംശയം, എന്താണ് അവിടെ? ഒന്ന് ഫസാദ്, ഓനാണ് ഫസാദ് ഉണ്ടാക്കുന്നുള്ളതാണ്. ഫസാദ് യഥാർത്ഥത്തിൽ പവറുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യനിൽ ഒരു വയലൻസ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതേസമയം വയലൻസിന്റെ മോണോപോളിയാണ് യഥാർത്ഥത്തിൽ പവർ എന്ന് പറയുന്നത്. മോണോപോളി ഓഫ് വയലൻസ് എന്ന് പവറിനെ വിശേഷിപ്പിക്കാം. ഹിംസയുടെ കുത്തകാധികാരമാണ് ശരിക്കു പറഞ്ഞാൽ ഈ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും അധികാര വിരുദ്ധമായിട്ടുള്ള പല സിദ്ധാന്തങ്ങളും നൈതിക ലോകത്തുണ്ടാകുന്നത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. പലരും വളരെ അനാർക്കിസ്റ്റ് സ്വഭാവത്തിൽ അതിനെ വിലയിരുത്തുന്നത് ഇതൊന്നും ഉണ്ടായാൽ ശരിയാകല്ലോ, ഒരു സ്ഥാപനവും വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. അവർക്ക് ഈ ദീനിനെ കുറിച്ച് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ഇടക്കാലത്ത് പ്രതികരണമായിട്ടൊക്കെ വന്നിട്ടുള്ള ഇപ്പൊ ഹിപ്പിയിസം പോലുള്ളതൊക്കെ പ്രതികരണങ്ങളാണ്. മുതലാളിത്ത ജീവിതശീലങ്ങള്, യുദ്ധങ്ങള്, സാമ്രാജ്യത്വം, ഇതൊക്കെ മനുഷ്യ ജീവിതത്തെ ആകപ്പാടെ ദുരിതമയമാക്കിയപ്പോൾ അതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് പലപ്പോഴും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ആ തനി അരാജക ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാർ 40-കൾ മുതൽ 60-കളുടെ അവസാനം വരെ, ഏതാണ്ട് 70-കളുടെ പാതി വരെ മുതലാളിത്ത രാജ്യങ്ങളിലും പിന്നെ പൗരസ്ത്യ രാജ്യങ്ങളിലുമൊക്കെ, നമ്മുടെ നാട്ടിൽ അത്ര സജീവമായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും തൊട്ടടുത്ത് നേപ്പാൾ, കാഠ്മണ്ഡു ഒക്കെ അതിന്റെ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ? അവര് വളരെ സാമൂഹിക ബോധമുള്ളവരാണ്, പക്ഷെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല. പ്രതികരണത്തിന്റെ കൃത്യമായ രീതിയും കൂടി യഥാർത്ഥത്തിൽ ഇസ്ലാം പകർന്നു തരുന്നുണ്ട് എന്നുകൂടി തിരിച്ചറിയേണ്ടതാണ്. അതിന് അള്ളാഹുവിന്റെ കൽപ്പനകളുടെ മുകളിൽ നിൽക്കണം. ആ കൽപ്പനയും കൂടിയാണ് ഖുർആൻ. ഇത് തിരിച്ചറിയുന്ന പലരും ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ചരിത്രത്തിൽ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സംവാദം, കാൾ മാർക്സുമായിട്ട് സംവാദം നടത്തിയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് റഷ്യയിലെ ഒരു റവല്യൂഷണറി അനാർക്കിസ്റ്റ് ആയിട്ടുള്ള മീഖായിൽ ബക്കൂനി. ബക്കൂണിന്റെ വാദം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി പരിപാടി, അതിനുള്ള നയനിലപാടുകൾ, ഇടക്കിടക്ക് അതിന്റെ മാറ്റം, മാനിഫെസ്റ്റോ, ഇമാതിരി ഇടങ്ങേറൊന്നും ആവശ്യമില്ല, വിപ്ലവം അങ്ങ് നടന്നോളും. ജനങ്ങൾ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഹിംസ നടത്തുമ്പോൾ അതിനെ തടയാതിരുന്നാൽ മതി. ഹിംസയാണ് അടിസ്ഥാന പ്രകൃതം എന്നൊരു തീരുമാനത്തിൽ നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത്. ഈ പാർട്ടി പരിപാടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നടപ്പിലാകുന്ന ഒരു കാര്യമല്ല. ആളുകൾ അക്രമത്തിനെതിരെ പ്രതികരിക്കും. അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലോകത്ത് മാറ്റം വരുന്നുള്ളൊരു വാദമായിരുന്നു അയാളുടേത്, അദ്ദേഹത്തിൻ്റെത്. അപ്പൊ ഈ സംവാദത്തിനിടയിൽ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, സംവാദത്തിനിടയിൽ മാർക്സ് പറയുന്ന ഒരു വാക്കുണ്ട്. ബക്കൂണിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് മുഹമ്മദ് വിത്തൗട്ട് ഖുർആൻ എന്നാണ്. വളരെ ശ്രദ്ധേയമായൊരു പ്രയോഗമാണ്, മഹോമദ് വിത്തൗട്ട് ഖുർആൻ. മഹോമദ് എന്നുള്ളത് മറ്റേ ജർമ്മൻ ഭാഷയിലൊക്കെ അങ്ങനെയാണല്ലോ പറയാം. മുഹമ്മദ് വിത്തൗട്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇല്ലാത്ത മുഹമ്മദാണ് ബക്കൂനിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൂപ്പർക്ക് വിപ്ലവം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, പരിവർത്തനം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ ഘടനയിൽ നിൽക്കാൻ ഒട്ടു തയ്യാറുമല്ല താനും. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പൊ മാർക്സിസത്തിനടക്കം സംഭവിക്കുന്നത് അത് തന്നെയാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ശരിക്കും പരിവർത്തനം ഉണ്ടാക്കുന്ന സാധനം ഏതാണ്? അതിന്റെ ഒരു സിസ്റ്റത്തിനകത്ത്, അതിന്റെ ഒരു വ്യവസ്ഥക്കകത്ത്, ആ ഒരു ദീനിനകത്ത് നിൽക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പാഴിലായി പോകും എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അപ്പൊ ഈ ഒരു തിരിച്ചറിവോടുകൂടി ശരിക്കും ലോകത്ത് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ നിലവിലുള്ള ഖുലഫ. ഇദ്കുറു ഇത് ജഅലകും ഖുലഫ. പ്രവാചകന്മാരൊക്കെ പറഞ്ഞതുപോലെ നമ്മളോട് പറയാണ്, ഞാൻ എന്നോട് തന്നെ ആദ്യമായിട്ടും പിന്നെ നിങ്ങളോടും പറയാണ്, ഉദ്കുറു ഇത് ജഅലകും ഖുലഫ. നിങ്ങൾ ഓർക്കണം, ഭൂമിയിൽ അല്ലാഹു നിങ്ങളെ ഖലീഫമാരാക്കിയിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ പക്കലാണ് ഈ സാധനം ഉള്ളത്. ഇത് കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല, മറിച്ച് ഒന്നാമത് ഇത് ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കാനുള്ളതാണ്, രണ്ടാമത് ഇതിന്റെ തത്വങ്ങൾ ലോകത്ത് പ്രസരിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രസാരണ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം. അതിന് നിങ്ങളുടെ ജീവിതത്തെ ആമൂലാഗ്രം പരിവർത്തിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. അതാണ് നമ്മുടെ ബാധ്യത. അങ്ങനെ വരുമ്പോൾ ഫസാദ് ഉണ്ടാവില്ല, അതുപോലെ സഫുക്കുദ്ദിമ ഉണ്ടാവില്ല, ഈ രക്തച്ചൊരിച്ചിൽ ഉണ്ടാവില്ല. അതേസമയം തന്നെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ തന്നെ സൂചിപ്പിച്ച അതിന്റെ മറുപുറത്ത് ശൈത്താൻ മനുഷ്യനെ പ്രഥമമായി പ്രലോഭിപ്പിച്ചതും ഈ അധികാരം വെച്ചിട്ട് തന്നെയാണ്. ഖുൽദിവ മുൽക്കില്ലായബല വിശദീകരിച്ചാണ്. ഖുൽദിവ മുൽക്കില്ലായബല, ഈ ലോകത്ത് എന്നേക്കുമുള്ള ജീവിതവും അവസാനിക്കാത്ത അധികാരവും. അധികാരഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തതാണ് എന്ന തിരിച്ചറിവ് പലർക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ എന്താ സാധനം? അറബികളെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് അത് അറബികൾക്ക് തന്നെ തിരിഞ്ഞിട്ടില്ല.
അവർ വിചാരിക്കുന്നത് ഫലസ്തീനികളെ മാത്രം ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണെന്നാണ്. പ്രത്യക്ഷത്തിൽ ഫലസ്തീനോട് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിക്കുമെങ്കിലും ഓലെ ധാരണ എന്ന് പറഞ്ഞാൽ ഫലസ്തീനികൾ മാത്രമാണ്, മറ്ററബികൾക്കൊന്നും ഇതൊന്നും ബാധകമല്ല. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു തോട്ട് അതല്ല. അതിനപ്പുറം ഈ സയണിസം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ചിന്ത, അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സാധനം ഇത് മുഴുവൻ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഇസ്രായേലാക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിലും ഒതുങ്ങൂല എന്നുള്ളത് അറബികൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിലും വെസ്റ്റേണേഴ്സിന് തിരിഞ്ഞു, പാശ്ചാത്യർക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോഴും ഇറാനെതിരായിട്ടുള്ള സൈനിക നീക്കത്തിൽ അമേരിക്കയുടെ കൂടെ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. അത് പഴയ കാലത്ത് വാഴ്സ ഉടമ്പടിക്കെതിരായിട്ട് ഉണ്ടാക്കിയതാണ് ഈ നാറ്റോ. അതായത് സോവിയറ്റ് യൂണിയനും ബ്ലോക്കും ഒക്കെ രൂപപ്പെട്ടപ്പോൾ അതിന്റെ എതിർ ചേരിയായിട്ട് രൂപപ്പെട്ട സാധനമാണ് നാറ്റോ. സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി വാഴ്സ ഉടമ്പടി, വാഴ്സ പാക്ട് ഒക്കെ പോയി. പക്ഷെ നാറ്റോ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എല്ലാത്തിലും അമേരിക്കയുടെ കൂടെ, അമേരിക്കയുടെ ഒരു ഉപഗ്രഹം പോലെ നിലനിന്നിരുന്ന നാറ്റോ ഇപ്പൊ മാറി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സാധനം ഇതിൽ നിൽക്കൂല എന്നുള്ളത് അവർക്ക് തിരിഞ്ഞു. അത് നമുക്കും അപകടമാണ്. ലോകത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള എല്ലാ സമൂഹങ്ങളുടെയും നിലനിൽപ്പിന് ഭീഷണിയാണ് എന്നുള്ള തിരിച്ചറിവിലാണ്. ഇപ്പൊ ഇറ്റലിയിൽ വലതുപക്ഷമാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ ഭരിക്കുന്ന റാഡിക്കൽ റൈറ്റ് വിങ് പാർട്ടി പോലും ഇസ്രായേലിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കുമ്പോൾ അതിനോട് അമേരിക്കയുടെ സൈനിക നീക്കങ്ങളോട് സഹകരിക്കാതിരിക്കുമ്പോൾ ആളുകൾക്ക് അറിവ് വെച്ച് തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. അത് അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന അറിവാണ്. അതേസമയം ഈ ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും ഒക്കെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഓർത്തഡോക്സ് പിൻഗാമികളായിട്ട് ആ ഫോളോവേഴ്സ് ആയിട്ട് നടക്കുന്ന അറബികൾക്ക് ഇതൊട്ട് തിരിയുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലോകത്ത് രണ്ട് സിസ്റ്റങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഒന്ന് ചെകുത്താന്റെ സിസ്റ്റമാണ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ സിസ്റ്റമാണ്. അതങ്ങനെ തന്നെയാണ് ഇന്ന് വരെയുള്ള ചരിത്രത്തൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ശരിക്കും പ്രസക്തമാകുന്നത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഈ രണ്ട് സിസ്റ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന രണ്ടായത്തുകൾ സൂറത്തുൽ ബഖറയിൽ വന്നത് മാത്രം ഇവിടെ ഒന്ന് ഓർമ്മിക്കാം. അത് ഒരു ഭാഗത്ത് പറയുന്നത് വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബി വഹുവ അലദ്ദുൽ ഖിസാം. ജനങ്ങളിൽ ചിലരുണ്ട്, അവരുടെ വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളാകെ അന്തം വിട്ടുപോകും. വലിയ തത്വശാസ്ത്രങ്ങളൊക്കെ പറയും, വളരെ മനോഹരമായിട്ട്. പോപ്പുലിസം എന്നാണ് ഇപ്പോഴത്തെ ഫാഷിസത്തിന്റെ വേറൊരു പേരാണ് പോപ്പുലിസം. ജനങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ, പോപ്പുലാരിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ പോപ്പുലിസം എന്നുള്ള വാക്ക്. അപ്പൊ ജനപ്രിയത്വം, അങ്ങനെ വലിയ വാക്കുകൾ വളരെ മനോഹരമായ സ്വഭാവത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കും. പക്ഷെ വൈദാ തവല്ല സആഫില്ലർ, ഭൂമിയിൽ അവർക്ക് അധികാരം കിട്ടിയാൽ ലയുഫ്സിദ ഫീഹ, മലക്കുകൾ ആ ആശങ്കിച്ചത് സംഭവിക്കും. ലിയുഫ്സിദ ഫീഹ, ഭൂമിയിൽ അവർ ഫസാദ് ഉണ്ടാക്കും. വയുഹ്ലിക്കൽ ഹർസ വന്നസ്ൽ, സഫകുദ്ദിമാവും സംഭവിക്കും. എന്ന് പറഞ്ഞാൽ വിളവും മനുഷ്യ സമൂഹത്തെ തന്നെയും നശിപ്പിച്ചു കളയുന്നതാണ്. ഇത് മുഴുവൻ നശിപ്പിച്ചു കളയും. അതാണ് ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്നത്. അങ്ങനെ ഒരു ഭാഗം. എന്നാൽ മറുഭാഗത്ത് ഇസ്രായേല്യരോടുള്ള ഒരു നിർദ്ദേശമായിട്ട് പറയുന്ന ഒരു ഭാഗം, അതെല്ലാ എക്കാലത്തുമുള്ള അള്ളാഹുവിന്റെ ഖലീഫമാർക്ക് ബാധകമായിട്ടുള്ള ഒന്നാണ്. അതായത് ലോകത്ത് നിങ്ങൾ വ്യാപിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചോളിൻ എന്ന് പടച്ചോൻ പറയും. പക്ഷെ എന്നിട്ട് വകുലൂ മിൻഹാ ഹൈസു ശിഅ്തും റഗദൻ, അവിടെയുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ വദ്ഖുലുൽ ബാബ സുജ്ജദൻ, നിങ്ങൾ നഗര കവാടത്തിൽ ഒന്ന് സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്യുന്നതോടുകൂടി മനുഷ്യൻ വിനയാന്വിതനായിട്ട് മാറും. വഖൂലു ഹിത്വത്തുൻ, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തിട്ട് ജനങ്ങളോട് ഹിത്വ എന്ന് പറഞ്ഞാൽ അവര് ചെയ്തിട്ടുള്ള, നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ പോലും പുറത്തു എന്ന് പറഞ്ഞുകൊണ്ട് വേണം പ്രവേശിക്കാൻ. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലക്കും ഖതായാക്കും, നിങ്ങളുടെ തെറ്റുകൾ പടച്ചോൻ പുറത്തു തരും. വസനസീദുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് നന്മയുള്ളവർക്ക് അള്ളാഹു ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇത് രണ്ട് സിസ്റ്റങ്ങളുടെ വിശദീകരണമാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളെ പോലും വിശുദ്ധ ഖുർആനിലെ ഈ പരാമർശങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും എന്നാണ് തിരിച്ചറിയേണ്ടത്. ശരിയായിട്ടുള്ള ജ്ഞാനത്തിലേക്കും അവബോധത്തിലേക്കും ഉണരാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഏറ്റവും പ്രധാനം അതാണ്. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള അവബോധത്തിലേക്ക് ഉണരാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.